ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. സോ ഇന്നത്തെ വീഡിയോയിൽ 120 റൂൾസ് ഓഫ് ഗ്രാമറിൻ്റെ പാർട്ട് 7 ആണ് പറയുന്നത്. കുറേ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്, എനിക്കറിയാം. പലതവണയായി കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കുറേ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. സോ നമ്മൾ ഇന്ന് റൂൾ നമ്പർ 34 ആണ് പറയുന്നത്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ സീരീസ് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കുറേ എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. അതൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ എറർ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ റൂൾ നമ്പർ 34 പറയുന്നതിന് മുൻപ് റൂൾ നമ്പർ 34 നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെ വരണം? ആദ്യം സബ്ജക്റ്റ് വരണം, അതിനുശേഷം ഹെൽപ്പിംഗ് വേർബ് വരണം, അതിനുശേഷം മെയിൻ വേർബ് വരണം, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താണുള്ളത് അത് വരണം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു എക്സാമ്പിൾ, I am teaching English. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? സബ്ജക്റ്റ്, ഹെൽപ്പിംഗ് വേർബ്, മെയിൻ വേർബ്, ബാക്കി വരാനുള്ള ബാക്കി സെൻറ്റൻസിൻ്റെ ബാക്കി. നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഷീ ഈസ് ഡൂയിങ് ഹെർ വർക്ക്. ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ഫോമാറ്റ് പോയിരിക്കുന്നത്? സബ്ജക്റ്റ്, ഹെൽപ്പിംഗ് വേർബ്, മെയിൻ വേർബ്, പിന്നെന്താണ് ബാക്കി വരേണ്ടത്. ഇങ്ങനെയാണ് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുന്നത്. ഒരു ഇംഗ്ലീഷിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഈ ഒരു എക്സാമ്പിളിൽ പറഞ്ഞത്. നെക്സ്റ്റ്, അതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലോ, ഒരു ക്വസ്റ്റ്യൻ്റെ രീതിയിലാണ് നമ്മൾക്ക് ചോദിക്കേണ്ടതെങ്കിൽ അതിനെ നമ്മൾ ആ സെൻറ്റൻസിനെ നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യണം? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ നമുക്ക് WH അത് ഓപ്ഷണലാണ്. WH വാട്ട്, വൈ, വേർ അത് വരാം. അതിൻ്റെ കൂടെ എന്തൊക്കെ വരണം? ഹെൽപ്പിംഗ് വേർബ് ആയിരിക്കും ഇവിടെ ആദ്യം. സബ്ജക്റ്റ് അല്ല, ഹെൽപ്പിംഗ് വേർബ് ആയിരിക്കും ആദ്യം, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം മെയിൻ വേർബ്, അതിനുശേഷം ബാക്കി വരുന്ന സെൻറ്റൻസിലെ ബാക്കി. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം WH വരാതിരിക്കാം, അത് ഓപ്ഷണലാണ്. വന്നാലും വരാതെയും എങ്ങനെ സെൻറ്റൻസ് എഴുതാമെന്ന് നോക്കാം. ആം ഐ ടീച്ചിങ് ഇംഗ്ലീഷ്? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണോ? അതൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ആം ഐ ടീച്ചിങ് ഇംഗ്ലീഷ്? അത് എങ്ങനെയാണ് നമുക്കത് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയത്? ഹെൽപ്പിംഗ് വേർബാണ് ആദ്യം വന്നത്, സബ്ജക്റ്റ് അതിന് ശേഷമാണ് വന്നത്. നെക്സ്റ്റോ, ഈസ് ഷീ ഡൂയിങ് ഹെർ വർക്ക്? ഈസ് കൊണ്ടാണ് അവിടെ തുടങ്ങി, ഹെൽപ്പിംഗ് വേർബാണ് ആദ്യം വന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കതൊരു ക്വസ്റ്റ്യൻ്റെ ഫോമാറ്റിൽ കിട്ടി. അല്ലെങ്കിൽ എന്താണ്, വൈ ആർ യു ലേറ്റ്? ഇപ്പോൾ ഒരു WH വെച്ചിട്ടാണെങ്കിൽ വൈ ആർ യു ലേറ്റ്? ഇവിടെയും എന്താണ്, ഹെൽപ്പിംഗ് വേർബാണ് ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ്, മെയിൻ വേർബും ഒക്കെ വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റും ക്വസ്റ്റ്യനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം സബ്ജക്റ്റ് ആയിരിക്കും, പിന്നീടായിരിക്കും ഹെൽപ്പിംഗ് വേർബും മെയിൻ വേർബും വരുന്നത്. ക്വസ്റ്റ്യൻ്റെ കേസാണെങ്കിൽ ആദ്യം ഹെൽപ്പിംഗ് വേർബ് ആയിരിക്കും, അതിനുശേഷമായിരിക്കും സബ്ജക്റ്റും മെയിൻ വേർബും ഒക്കെ വരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും യൂസേജ് നമ്മൾക്ക് വരുന്നത് എപ്പോഴാണോ? ഒരു ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ആണ് നമ്മൾക്ക് ഇതിൻ്റെ യൂസേജ് മനസ്സിലാവുന്നത്. ഇൻഡയറക്റ്റ് സ്പീച്ച് അത് എന്താണ്? മൂന്നാമതൊരാൾ, ഇപ്പോൾ 2 പേഴ്സൺസ് ഉള്ള ഒരു കാര്യം രണ്ടാമത്തെ ആൾ വേറൊരാളോട് നരേറ്റ് ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അതറിയാമല്ലോ. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. ഹി ആസ്ക്ഡ് മീ വേർ ആർ യു ഗോയിങ്? നോക്കൂ, ഈ ഒരു സെൻറ്റൻസിൽ 2 തെറ്റുകളുണ്ട്. എന്തൊക്കെയാണ്? ഹി ആസ്ക്ഡ് മീ വേർ ആർ യു ഗോയിങ്, ഈ ഗോയിങ്ങിന് ശേഷം ഞാൻ എവിടെ പോകുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇത് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ അല്ല, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യുകയില്ല. നെക്സ്റ്റ് എന്താണ്? ഹി ആസ്ക്ഡ് മീ വേർ ആർ യു ഗോയിങ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ്റെ ഫോമാറ്റ് ആണ്. പക്ഷെ അങ്ങനല്ല, ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ മാറ്റണം? വേർ ഐ വാസ് ഗോയിങ്, ഞാൻ എവിടെ പോകുന്നു എന്നുള്ളത്. വേർ ആർ യു ഗോയിങ്, നീ എവിടെ പോകുന്നു എന്ന് അയാളായിരിക്കും ചോദിച്ചത്. അപ്പോൾ മൂന്നാമതൊരാളോട് പോകുമ്പോൾ ഞാൻ എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അതായത് എന്താണ്, വേർ ആർ യു ഗോയിങ് എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റ്, ഹെൽപ്പിംഗ് വേർബ് ആദ്യം, അതിന് ശേഷം സബ്ജക്റ്റ് വരണം. വേർ ഐ വാസ് ഗോയിങ് എന്നുള്ള രീതിയിൽ വേണം പറയാൻ. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? വേറൊരു എക്സാമ്പിളും കൂടെ.
ഹി ആസ്ക്ഡ് മീ വാട്ട് വാസ് മൈ നെയിം. വാട്ട് വാസ് മൈ നെയിം ഇവിടെ എങ്ങനെ വരും? ഹി ആസ്ക്ഡ് മീ വാട്ട് വാസ് മൈ നെയിം. ഇത് ശരിയാണോ? അല്ല, ഇത് തെറ്റാണ്. വാട്ട് വാസ് മൈ നെയിം എന്നല്ല വരേണ്ടത്. വാട്ട് മൈ നെയിം വാസ്. വാട്ട് മൈ നെയിം വാസ് എന്ന് വേണം വരാൻ. ഓക്കെ, അത് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോമാറ്റ് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? സബ്ജക്റ്റ്, അതിനുശേഷം ഹെൽപ്പിംഗ് വേർബ്, അങ്ങനെ വേണം വരാൻ. സോ വാട്ട് മൈ നെയിം വാസ് എന്ന് വേണം വരാൻ. ഓക്കെ, അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ഇൻഡയറക്റ്റ് സ്പീച്ച്, അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചുകളെല്ലാം എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസിൽ സബ്ജക്റ്റിന് ശേഷമായിരിക്കും ഹെൽപ്പിംഗ് വേർബ് വരുന്നത്. സബ്ജക്റ്റിന് ശേഷമായിരിക്കും ഹെൽപ്പിംഗ് വേർബ് വരുന്നത്. മുൻപ് എന്തെങ്കിലും ഡൗട്ട് എനിക്ക് തോന്നുന്നു, മുൻപത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ എന്തോ ഒരു തിരിഞ്ഞു പോയെന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണം. സബ്ജക്റ്റിന് ശേഷമാണ് ഹെൽപ്പിംഗ് വേർബ് വരുന്നത്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ പറയുന്നത്. സബ്ജക്റ്റിന് ശേഷമാണ് എന്താണ് ഹെൽപ്പിംഗ് വേർബ് വരുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഷീ വിഷ്ഡ് ഷീ ഹാഡ് ബീൻ റിച്ച്. ഷീ ഹാഡ് ബീൻ റിച്ച്. ഓക്കെ, നോക്കൂ, ഷീ ഹാഡ് ബീൻ റിച്ച്. അതുപോലെ തന്നെ വി ആസ്ക്ഡ് ഹിം ഇഫ് ഹി വാസ് ഇൽ. ഇഫ് ഹി വാസ്, അവൻ ആണോ എന്ന് ഞങ്ങൾ ചോദിച്ചു എന്നാണ് വരേണ്ടത്. അല്ലാണ്ട് ഞങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ്റെ ഫോമിലല്ല വരേണ്ടത്. ഓക്കെ, അപ്പോൾ റൂൾ നമ്പർ 34 എന്താണ് പറയുന്നത്? ഇൻഡയറക്റ്റ്, അതായത് നരേഷൻ, അതായത് നരേറ്റ് ചെയ്യുമ്പോൾ, മൂന്നാമത് ഒരാളോട് പറയുമ്പോൾ വരുത്തുന്ന കോമൺ മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ് റൂൾ നമ്പർ 34 പറയുന്നത്. അതിൽ പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതൊരു ക്വസ്റ്റ്യൻ ആകില്ല എന്നാണ് പറയുന്നത് റൂൾ നമ്പർ 34. അപ്പോൾ എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. സബ്ജക്റ്റ്, ഹെൽപ്പിംഗ് വേർബ്, മെയിൻ വേർബ്, അങ്ങനെ ആയിരിക്കും സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ആ ഒരു റൂൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾക്ക് റൂൾ നമ്പർ 35 പോകാം. റൂൾ നമ്പർ 35. ഓക്കെ, റൂൾ നമ്പർ 35 എന്താണ്? ഇപ്പോൾ രണ്ട് സബ്ജക്ട്സിനെ കണക്റ്റ് ചെയ്യുന്ന ഓറ്, നോറ്, അതുപോലെ തന്നെ നെയ്തർ നോറ്, എയ്തർ ഓറ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇങ്ങനെ നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ തമ്മിൽ കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കണക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് എന്ന് പറയുന്നത് ഈ വേർഡ്സുമായിട്ട് നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്നത് ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റിൻ്റെ അക്കോർഡിംഗിലായിരിക്കും അതിൻ്റെ വേർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? രണ്ട് സബ്ജക്ട്സിനെ തമ്മിൽ ഈതർ ഓർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നെയ്തർ നോർ, ഇങ്ങനെയുള്ള വേർഡ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ വേർഡ്സുമായിട്ട് ആരാണോ ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്ന സബ്ജക്റ്റ് ആ സബ്ജക്റ്റിന് അക്കോർഡിംഗ് ആയിരിക്കും ആ വരുന്ന വേർബിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണ്. എയ്തർ ദ ബിയേഴ്സ് ഓർ ദ ലയൺ ഹാസ് എസ്കേപ്ഡ് ഫ്രം the zoo. Either the bears or the lion has escaped from the zoo. ഇവിടെ എന്താണ്? ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് വരുന്നത്? വേർഡ് ഏതാണ്? ലയൺ ആണ്. ഇവിടുത്തെ നിയറസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലയൺ ആണ്. ലയൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗുലർ വേർഡാണ്. സോ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഹാസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ, നെയ്തർ ദ ലയൺ nor the bears dash escaped from the zoo. ഓക്കെ, നെയ്തർ ദ ലയൺ നോ ദ ബിയേഴ്സ്. ബിയേഴ്സിന് ശേഷം അടുത്തത് ആരായിരിക്കും വരേണ്ടത്? ബിയേഴ്സ് ആണ്. ബിയേഴ്സിൻ്റെ നെയ്തർ നോറ് അല്ലെങ്കിൽ എയ്തർ ഓറ് ഇത് വരുമ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ അടുത്ത് ആ സബ്ജക്റ്റിൻ്റെ രണ്ട് സബ്ജക്ട്സ് ഉണ്ട്, ലയണ, ബിയേഴ്സ്. അതിൻ്റെ എവിടെയാണ് ഇപ്പോൾ വേർബ് വരാൻ പോകുന്നത്? ബിയേഴ്സിൻ്റെ അടുത്തായിരിക്കും വരുന്നത് അല്ലേ? ബിയേഴ്സിൻ്റെ അടുത്ത് വരുമ്പോൾ ആ ബിയേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. സോ അപ്പോൾ ഇവിടെ വരുന്ന വേർബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാവ് ആയിരിക്കും വരേണ്ടത്. ഓക്കെ, ഈ കേസിലാണെങ്കിലും എയ്തർ ദ ബിയേഴ്സ് ഓർ ദ ലയൺ, ഈ ഹാസ് എന്തുകൊണ്ട് വന്നു? ഇവിടെ അതിൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന ലയൺ ആണല്ലേ? ആ ലയൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ ഹാസ് വന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണെങ്കിൽ, നോട്ട് ഓൺലി ദ ടീച്ചേഴ്സ് ബട്ട് ഓൾസോ the principal is happy. Not only the teachers but also the principal എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ അതാണ് ഈസ് ഹാപ്പി എന്ന് വന്നത്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ആ വേർഡ് ആ സബ്ജക്റ്റിന് അടുത്ത് വന്നിരുന്ന ആ പ്രിൻസിപ്പളിൻ്റെ അടുത്താണ് ഈ ഈസ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഈസ് യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സ് ആയിരുന്നെങ്കിൽ നമ്മളിവിടെ ആരായിരിക്കണം യൂസ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, അതാണ് റൂൾ നമ്പർ 35 പറയുന്നത്. ഓര്, നോറ്, നെയ്തർ നോറ്, എയ്തർ ഓര്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന 2 സബ്ജക്ട്സ് വരും. ആ സബ്ജക്റ്റ് അതിൽ ഏത് സബ്ജക്റ്റുമായിട്ടാണോ ആ വെർബ് ചേർന്നിരിക്കുന്നത് അവിടെ ആ വെർബ് ആ ഒരു സബ്ജക്റ്റിന് അക്കോർഡിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അതാണ് റൂൾ നമ്പർ 35 പറഞ്ഞത്. നെക്സ്റ്റ് ആണ് റൂൾ നമ്പർ 36. റൂൾ നമ്പർ 36 റൂൾ നമ്പർ 36 എന്താണ് പറയുന്നത്? നമ്മൾ ഒരു സാധനത്തിന് തന്നെ 2 ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് രണ്ട് ഡിഫറെൻറ്റ് ക്വാളിറ്റീസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുകയില്ല. അതിന് പകരം മോർ എന്നുള്ള പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്നാണ് റൂൾ നമ്പർ 36 പറയുന്നത്. ഓക്കെ, എന്താണ്? ഒരു സിംഗിൾ ഒബ്ജക്റ്റിൻ്റെ 2 ഡിഫറെൻറ്റ് ക്വാളിറ്റീസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അതിനെ കമ്പയർ ചെയ്യാൻ നമ്മൾ ഒരിക്കലും കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുകയില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ രാം എന്ന് പറയുന്ന ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് 2 ക്വാളിറ്റീസാണ്, ഒന്ന് ടോൾ, ഒന്ന് സ്മാർട്ട്. നമ്മളിത് സെൻറ്റൻസിൽ എങ്ങനെ പറയും? രാം ഈസ് ടോളർ ദാൻ സ്മാർട്ടർ, ഇങ്ങനെയാണോ പറയുന്നത്? അല്ല, അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണ്. രാം ഈസ് ടോളർ ദാൻ സ്മാർട്ടർ അങ്ങനെ ഒരിക്കലും പറയില്ല, അത് തെറ്റാണ്. അതിന് പകരം നമ്മൾ എന്തായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്? മോർ എന്ന് പറയുന്ന വേർഡായിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. രാം ഈസ് മോർ ടോൾ ദാൻ സ്മാർട്ട്. രാം ഈസ് മോർ ടോൾ ദാൻ സ്മാർട്ട്. ഓക്കെ, അപ്പോൾ അതാണ് റൂൾ നമ്പർ 36 പറയുന്നത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്താണ് പറഞ്ഞത്? ഒരു സിംഗിൾ ഐറ്റത്തിൻ്റെ 2 ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുകയില്ല. നമ്മൾ പകരം എന്താണ് യൂസ് ചെയ്യുന്നത്? മോർ എന്നുള്ള പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ദിസ് അംബ്രല്ല ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ സ്ട്രോങ്. ദിസ് അംബ്രല്ല ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ സ്ട്രോങ്. കണ്ടോ മോറിൻ്റെ യൂസേജ് വന്നത്? അംബ്രല്ലയുടെ 2 ക്വാളിറ്റീസാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് റൂൾ നമ്പർ 36 പറയുന്നത്. ഓക്കെ, റൂൾ നമ്പർ 37 നമ്മൾക്ക് കുറേ എക്സാമ്പിൾസ് നോക്കാം. 1 സ്റ്റുഡൻറ്റ് ഡാഷ് ടാലൻറ്റഡ്, more than 1 student dash talented, more than 2 students dash talented, many students dash talented, many A student dash talented, a great many students dash talented. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ്? ഈസാണ് 6. ഏതൊക്കെ എവിടെയൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. 1 സ്റ്റുഡൻറ്റ്, ഒരു സ്റ്റുഡൻറ്റ് ഉള്ളെങ്കിൽ ഈസ് ടാലൻറ്റഡ്, അത് നമുക്ക് അറിയാം. ഓക്കെ, നെക്സ്റ്റ് മെനി സ്റ്റുഡൻറ്റ്സ്, അവിടെ എന്താണ്? പ്ലൂറൽ വരണം, ആർ ടാലൻറ്റഡ്. ഓക്കെ, മോർ ദാൻ 2 സ്റ്റുഡൻറ്റ്സ്, 2 കൂടുതലുണ്ടല്ലോ, അവിടെയും നമ്മൾ എന്ത് വരണം? 6 വരണം. നെക്സ്റ്റ് ഗ്രേറ്റ് മെനി സ്റ്റുഡൻറ്റ്സ്, കുറേ ആൾക്കാരുണ്ട്, അവിടെയും 6 വരണം. ഓക്കെ, ഈ 2 എണ്ണം. മോർ ദാൻ 1 സ്റ്റുഡൻറ്റ്, മെനി എ സ്റ്റുഡൻറ്റ്, അവിടെ എന്ത് വരണം? മോർ ദാൻ 1 സ്റ്റുഡൻറ്റ്. മോർ ദാൻ 1 സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈസ് ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ മോർ ദാൻ 1 സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ ഈസ് വരണം. മെനി എ സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോഴും സ്റ്റുഡൻറ്റ് സിംഗുലർ ആണ്. സോ നമുക്കിവിടെ ഈസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഈ റൂൾ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? മോർ ദാൻ 1 എന്നാണ് വരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ സിംഗുലർ നൗണും സിംഗുലർ വേർബുവേ വരികയുള്ളൂ. മോർ ദാൻ 1ൻ്റെ കൂടെ എപ്പോഴും സിംഗുലർ നൗണും സിംഗുലർ വെർബുവേ വരികയുള്ളൂ. മെനിയെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ സിംഗുലർ നൗണും സിംഗുലർ വേർബുമാണ് യൂസ് ചെയ്യുന്നത്. മെനിയെ ആണെങ്കിലും മോർ ദാൻ ആണെങ്കിലും സിംഗുലർ നൗണും സിംഗുലർ വേർബും ആയിരിക്കും. എ ഗ്രേറ്റ് മെനി ആണെങ്കിൽ നമ്മൾക്കറിയാം കുറേ ഉണ്ടെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ പ്ലൂറൽ നൗണും പ്ലൂറൽ വേർബും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എ ഗുഡ് മെനി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഗുഡ് മെനി ആണെങ്കിലും
പ്ലൂറൽ നൗണും പ്ലൂറൽ വേർബും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, മോർ ദാൻ വൺ എന്നാണെങ്കിൽ നമ്മൾ ഓർക്കും ഒന്നിന് കൂടുതലല്ലേ, അപ്പോൾ പ്ലൂറൽ ആണ് എന്ന് വിചാരിക്കും. പക്ഷേ അല്ല, മോർ ദാൻ വൺ ആണെങ്കിൽ സിംഗുലർ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. മെനിയെ ആണെങ്കിലും സിംഗുലർ വെർബും സിംഗുലർ നൗണും ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു നോട്ട് നോക്കാം. ഒരു നോട്ട്, അതായത് വൺ സ്റ്റുഡൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്കറിയാം ഒബ്വിയസ് ആയിട്ടും എന്തായിരിക്കും, വൺ സ്റ്റുഡൻറ്റ് ഈസ് ആബ്സെൻറ്റ് എന്നായിരിക്കും വരേണ്ടത് അല്ലേ. വൺ സ്റ്റുഡൻറ്റ് ഈസ് ആബ്സെൻറ്റ് അങ്ങനെ വരികയുള്ളൂ അല്ലേ. എ ഗ്രേറ്റ് മെനി ആണെങ്കിലോ, എ ഗ്രേറ്റ് മെനി ആണെങ്കിൽ എന്ത് വരും, എ ഗ്രേറ്റ് മെനി ആണെങ്കിൽ സ്റ്റുഡൻറ്റ്സ് ആർ ആബ്സെൻറ്റ് എന്നേ വരത്തുള്ളൂ അല്ലേ. അടുത്തത് മെനി മാത്രമാണെങ്കിലോ, മെനി ആണെങ്കിലും എന്താണ് വരേണ്ടത്, മെനി സ്റ്റുഡൻറ്റ്സ് ആരായിരിക്കും വരേണ്ടത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, മെനി എ വരികയാണെങ്കിൽ സിംഗുലർ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. മെനി മാത്രമാണെങ്കിൽ പ്ലൂറൽ വേർബും പ്ലൂറൽ നൗണും ആയിരിക്കും. അതുപോലെ തന്നെ വൺ സ്റ്റുഡൻ്റ് എന്നാണെങ്കിൽ സിംഗുലർ നൗൺ ആയിരിക്കും, സിംഗുലർ വേർബും ആയിരിക്കും. ഓക്കെ, അതാണ് ഈ റൂൾ വഴി പറയുന്നത്. നെക്സ്റ്റ് ആണ് റൂൾ നമ്പർ 38. റൂൾ നമ്പർ 38 എന്താണ് പറയുന്നത്, നമുക്കൊരു കാര്യത്തിന് ഡൗട്ടുണ്ടെന്ന് നമ്മൾ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്റ്റർ എന്ന് പറയുന്നത് ഈഫ് അല്ലെങ്കിൽ വെദർ ആയിരിക്കും. അപ്പോൾ എന്താണ്, ഒരു കാര്യത്തിൽ നമ്മൾക്ക് ഡൗട്ട് ഉണ്ട് എങ്കിൽ ആ ഒരു ഡൗട്ടിന് നമ്മൾ ആ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്റ്റർ എന്ന് പറയുന്നത് ഈഫ് അല്ലെങ്കിൽ വെദർ ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക. ഐ ഹാവ് എ ഡൗട്ട് ദാറ്റ് ഹീ ഈസ് നോട്ട് ഓണസ്റ്റ്. ഐ ഹാവ് എ ഡൗട്ട് ദാറ്റ് ഹീ ഈസ് നോട്ട് ഓണസ്റ്റ്. ഇവിടെ എന്താണ്, ഡൗട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കണം, ഈഫ് അല്ലെങ്കിൽ വെദർ ആയിരിക്കണം, ദാറ്റ് അല്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഡൗട്ടില്ല, ഒരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് ഡൗട്ടില്ല എന്നാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ആയിരിക്കും. അതായത് ഐ ഹാവ് നോ ഡൗട്ട് ദാറ്റ് ഹീ ഈസ് നോട്ട് ഓണസ്റ്റ്. ഓക്കെ, അപ്പോൾ റൂൾ നമ്പർ 38 മനസ്സിലായോ. എന്താണ്, നമുക്കിപ്പോൾ ഒരു കാര്യത്തിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്റ്റർ എന്ന് പറയുന്നത് ഈഫ് അല്ലെങ്കിൽ വെദർ ആയിരിക്കും. അതല്ല, ഡൗട്ട് ഇല്ല എങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് ദാറ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവരുത്. അത് എന്ന് പറയുന്നത് എന്താണ്, അതാണ് റൂൾ നമ്പർ 38 പറയുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ റൂളാണ്, പക്ഷേ തെറ്റ് വരാൻ സാധ്യതയുള്ള റൂളാണ്, അതൊരു ഇമ്പോർട്ടൻറ്റ് റൂളുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ റൂൾസ്. അപ്പോൾ റൂൾ നമ്പർ 34 വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. റൂൾ നമ്പർ 34 എന്തായിരുന്നു പറയുന്നത്, ഒരു ഇൻഡയറക്റ്റ് സ്പീച്ച് നമ്മളെപ്പോഴും എന്തായിട്ടായിരിക്കും, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് സ്ട്രക്ചർ പറഞ്ഞു, സബ്ജക്റ്റ്, ഹെൽപ്പിംഗ് വേർബ്, മെയിൻ വേർബ്. ഓക്കെ, നെക്സ്റ്റ് റൂൾ നമ്പർ 35 എന്താണ് പറയുന്നത്, ഓറ്, നോറ്, നെയ്തർ നോറ്, എയ്തർ ഓറ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന വേർബ് എന്ന് പറയുന്നത് ഏത് സബ്ജക്റ്റുമായിട്ടാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്നത് അതുമായിട്ടായിരിക്കും ആ വേർബ് അറ്റാച്ച് ആയിട്ടിരിക്കുന്നത്. റൂൾ നമ്പർ 36 എന്താണ് പറയുന്നത്, ഒരു കാര്യത്തിനെക്കുറിച്ച്, ഒരു സിംഗിൾ സാധനത്തിനെ കുറിച്ചിട്ട് തന്നെ അതിൻ്റെ രണ്ട് ക്വാളിറ്റീസ് ആണ് പറയുന്നതെങ്കിൽ ഒരിക്കലും കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുകയില്ല, പകരം മോർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് റൂൾ നമ്പർ 37 എന്താണ് പറയുന്നത്, മോർ ദാൻ വൺ എന്നുള്ള കേസിലാണെങ്കിൽ സിംഗുലർ നൗണും സിംഗുലർ വേർബും ആയിരിക്കും. മെനിയെ ആണെങ്കിൽ സിംഗുലർ നൗണും സിംഗുലർ വേർബും ആയിരിക്കും. എ ഗ്രേറ്റ് മെനി ആണെങ്കിൽ പ്ലൂറൽ നൗണും പ്ലൂറൽ വേർബും ആയിരിക്കും. എ ഗുഡ് മെനി ആണെങ്കിലും പ്ലൂറൽ നൗണും പ്ലൂറൽ വേർബും ആയിരിക്കും. അതുപോലെ തന്നെ വൺ സ്റ്റുഡൻറ്റ് എന്നാണെങ്കിൽ അവിടെ സിംഗുലർ വേർബ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ ഗ്രേറ്റ് മെനി ആണെങ്കിൽ പ്ലൂറൽ ആയിരിക്കും, മെനി ആണെങ്കിലും പ്ലൂറൽ ആയിരിക്കും. റൂൾ നമ്പർ 38 എന്താണ്, ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കണക്റ്റർ എന്ന് പറയുന്നത് ഈഫ് അല്ലെങ്കിൽ വെദർ ആയിരിക്കും. ഡൗട്ട് ഇല്ല എങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കണക്റ്റർ എന്ന് പറയുന്നത് ദാറ്റ് ആയിരിക്കും. ഓക്കെ, അത്രയുമാണ് ഇന്നത്തെ റൂൾസ്. അപ്പോൾ ഇത്രയും റൂൾസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക, റൂൾസ് മനസ്സിലാക്കി വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എറർ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.